കിച്ചുവിന് ആദ്യമായിട്ടൊരു കിട്ടിയൊരു ഇനോഗ്രേഷന് പോകുന്ന സമയത്ത് ഒരു മീഡിയക്കാരൻ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, രേണു ചേച്ചിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ചോദിക്കരുത്, എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. എന്നോട് ചെയ്താണ് ഞാനും ചെയ്തത്. എനിക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പറാണെന്നല്ലേ പറഞ്ഞു, നന്നായി വരട്ടെ, സൂപ്പർ. പിന്നെ ചോദിക്കരുത്. അവൻ അഴുക്കാന്ന് പറഞ്ഞില്ല, അവൻ ചെയ്യുന്ന മോശമാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല. നല്ലത് വരട്ടെ, സൂപ്പർ. എന്നെ എങ്ങനെ കാണിച്ചാൽ അതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളന്നേ. ഞാനും മനുഷ്യനാണ്. 11 വയസ്സ് കിട്ടിയതാ. അത് തൊട്ട് 18 വയസ്സ് വരെ നോക്കാൻ പറ്റുമെങ്കിൽ, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ ബോർഡിങ് സ്വിച്ചായിട്ട് ആ ബോർഡിങ് കൊണ്ട് നിർത്തിയേക്ക്, നോക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 18 വയസ്സ് വരെ കൂടെ ഉണ്ടായിരുന്നല്ലോ. സൂചേട്ടൻ മരിച്ചോടം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ശരിക്കും രേണു ചേച്ചിന്റെ ഇടയിലും കിച്ചുവിന്റെ ഇടയിലും സംഭവിച്ചത് എനിക്കറിയില്ല. റാസൽ ഗെയിമേ വെച്ച് ലാസ്റ്റ് വരെ എന്നെ ഫോൺ ചെയ്ത് ഞാൻ പൈസ ഇട്ട് കൊടുത്തതാണ്. കിച്ചു തന്നെ പറയുന്നുണ്ട് എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ അല്ലായിരിക്കും. ഞാനിനി മാനിപ്പുലേറ്റ് ചെയ്താന്നൊന്നും എങ്ങും പറയുന്നില്ല. പിറ്റേ ദിവസം ഒരു ഫോട്ടോ വന്നു എനിക്കെതിരെ നെഗറ്റീവ് അടിച്ച്, കിച്ചുവിനെ വരെ നെഗറ്റീവ് അടിച്ച സ്ത്രീയാണ് അവര്. അവരുടെ കൂടെ നിൽക്കുന്ന ഈ ഫോട്ടോ. എനിക്കെന്ത് ചൊറിയാനാണ്? കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ, എനിക്ക് എന്ത് കുരു പൊട്ടാനടി? എൻ്റെ കടമ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഞാൻ അമ്മയെ പോലെ തന്നെ നോക്കിയെങ്കിൽ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ആരെയും ഇറക്കി വിട്ടിട്ടില്ല. എൻ്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളില്ല. ഒരു വീഡിയോ എടുക്കട്ടെ, അവന് കാശ് കിട്ടട്ടെ, വരുമാനം കിട്ടട്ടെ, സന്തോഷം. ഞാൻ 1 രൂപ ചോദിക്കുന്നില്ല. ഋതപ്പന് കൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. ഞാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ അടിയിലത്തെ വേറെ കമൻറ്റ്, ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകിച്ചു. എന്തിന്? ഈ ഋതപ്പന് ഭാഗ്യം മേടിച്ചു കൊടുക്കാനും ഇതല്ലേ. ഞാൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഒന്നേ ഉണ്ടോ ഈ പറയുന്നവരെന്നാ നിന്റെ അനിയനല്ലേ, മോൻ്റെ അനിയനല്ലേ, മോൻ കാണാൻ പോയില്ല, മോൻ എന്തേലും ഭാഗ്യമൊക്കെ മേടിച്ചു കൊടുക്കും മോനെന്ന് ആരും പറയുന്നില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോണ്ട് പോകാൻ എന്തിന്? എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചി ഉള്ളതുകൊണ്ട് ആ കൊച്ചിനെ നോക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ നോക്കുന്നില്ലെന്നല്ല, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തെ കാര്യമാണ് പറയുന്നത്. ആ കുഞ്ഞു കൊച്ചാ, അത് 6 വയസ്സേ ഉള്ളതിന്, നോക്കുന്നില്ല അതിന്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് നമ്മുടെ കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നെ ലാസ്റ്റ് വിളിച്ചത് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പൊക്കട്ടെ അമ്മ എന്ന് വിളിച്ച് ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അവരുടെ വീട്ടുകാരും വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്നെ അറിയാവുന്നവരും എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും എനിക്ക് മനസ്സിലായി. സുധിച്ചേട്ടൻ്റെ മൂത്ത മകന് ഋതുല്, സുധിച്ചേട്ടൻ്റെ ഇളയ മകൻ, ഇവർ ഒരു രക്തത്തിൽ പിറന്ന 2 മക്കളാണ്. അവരൊരിക്കലും, ഞാൻ ഇപ്പോഴും ഋതപ്പനോട് പറയുന്നത് നിന്റെ ചേട്ടനാണവൻ, മുന്നോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. ഇനി പിന്നെ ഇത് കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? കൂടുതൽ എന്താ എന്നെ കൊണ്ട് പറ്റുന്നത്? ഇതാ കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞു, അവൻ്റെ വീടാണ്, കിച്ചുവിൻ്റെ വീട്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഇത്രയും ഞങ്ങളെ എൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞൊപ്പിച്ചില്ലേ? അവരെന്തെങ്കിലും മിണ്ടിയോ? കൊച്ചിനെ കൊണ്ടുവന്ന കാര്യം വന്നപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. കൊച്ചിൻ്റെ അമ്മ ഞാനാ, അവനെ പ്രസവിച്ച അമ്മ ഞാനാ, ഋതപ്പനെ. അപ്പോൾ എന്നോട് ചോദിക്കേണ്ട ഉത്തരവാദിത്വം കൊണ്ടിരിച്ചു. അതിന് കിച്ചു എന്നോട് അമ്മ കൊണ്ടുപോട്ടെ എന്ന് വെച്ചു. ഇതിനകത്ത് എന്താ തെറ്റ്? നിങ്ങൾ പറ. വരുന്നതൊക്കെ ഏറ്റുവാങ്ങാൻ റെഡി ആയിട്ടാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി ക്യാൻസർ വന്നാലും നമ്മളത് ഏറ്റുവാങ്ങും. കാരണം ഇതിലപ്പുറം ജീർണിച്ച കുറേ എണ്ണത്തിൻ്റെ വർത്താനങ്ങളും ഇതും കേട്ട് നമ്മുടെ ഇതായി. ഇതിലും വലുതൊന്നും അല്ല ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സുധിച്ചേട്ടൻ്റെ ആണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടു. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞ വർഷത്തെ അറിയാമല്ലോ. അതെ, എല്ലാവരും വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചേരും ഞാൻ കേട്ടില്ലേ. ക്ഷണിക്കുന്നുമില്ല, ഒരു ചടങ്ങുമില്ല, ഒന്നുമില്ല. പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കുക. എവിടെയായിരുന്നാലും സുധിച്ചേട്ടൻ്റെ ആത്മാവിന് നല്ലത് കൊടുക്കട്ടെ, നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ ഇവിടെ കാണുമോ എനിക്കറിയില്ല. ഞാൻ എവിടെയാണെന്നാലും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഒരു ചടങ്ങുമില്ല. 3ാമത്തെ വർഷമായി. നമ്മുടെ ചടങ്ങ് തന്നെ 2 വർഷം കൊണ്ട് കഴിഞ്ഞു. ഒരു ചടങ്ങുമില്ല. എൻ്റെ ഒരു ആഗ്രഹം, ഇവിടെ അടുത്തൊരു അനാഥാലയത്തിൽ കുറച്ച് കുഞ്ഞു പിള്ളേരുണ്ട്, അവർക്ക് ഋതപ്പനൊക്കെ കൊണ്ടുപോയി ചോറ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കണം. അത് എൻ്റെ ആഗ്രഹമുള്ളൂ. അതാണ് അപ്പൊ ഈ വർഷത്തെ പ്ലാൻ. ഒരു പ്ലാൻ അതേ ഉള്ളൂ. അത് ചടങ്ങൊന്നുമില്ല. ചേച്ചി ഇപ്പൊ പെരുന്നാളിന് പോവുകയാണെങ്കിൽ, ഞാനിപ്പോ പോവുകയാണെങ്കിൽ തന്നെ ഇവരെ ഏൽപ്പിച്ചിട്ട് പോകും, കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകും. അല്ലാതെ കഴിഞ്ഞ വർഷമൊന്നുമില്ല. ഒരു പള്ളിയിലച്ഛനോ ആരോ വന്നൊന്നും പ്രാർത്ഥനയൊന്നുമില്ല. കാരണം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. 2 വർഷം കഴിഞ്ഞല്ലോ, പ്രാർത്ഥിക്കുക. സുധിച്ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണേ, പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന അതേ ഉള്ളൂ. അല്ല നമ്മൾ ഈ പറയുന്നവർ എനിക്കിപ്പോൾ ആ കുഴി ചെന്ന് അകത്തോട്ട് കയറി കടന്ന് സുധിച്ചേട്ടനെ എടുത്തോണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ. ഇത് പറ്റത്തില്ല നമുക്ക്. ഇവർ പറയുന്നത് അതാ, ഞാനും കുഴി ചെന്ന് ചാടണമെന്നാണ് പറയുന്നത്. സുധിച്ചേട്ടൻ്റെ കുഴിക്കകത്ത് ചെന്ന് ചാടണമെന്നാണ് ഈ നെഗറ്റീവ് പറയുന്നത്. അതാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ പറ്റുമോ? കുഞ്ഞു ഒച്ചുള്ളതാണ് എനിക്ക്. അതെ,
മക്കളുള്ളവർക്ക് എന്തായാലും അങ്ങനെ പറ്റത്തില്ല സതി ചെയ്യാൻ. ഇപ്പോ ചേച്ചി ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് നമ്മുടെ കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കോ? എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, എന്നെ വിളിച്ചാൽ ലാസ്റ്റ് വിളിച്ചത് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പൊക്കോട്ടെ അമ്മ എന്ന് ചോദിച്ച് വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇനി വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവൻ കുട്ടിയെ കാണാൻ വേണ്ടി വന്നപ്പം വ്ളോഗ് എടുത്തു. അപ്പോൾ എന്നെ വിളിച്ചു. വ്ളോഗിലൂടെയാണ് ഞാൻ കണ്ടത് കുഞ്ഞിനെ കൊണ്ട്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. വിളിച്ചിട്ട് അമ്മ എന്താ കിച്ചു കുഞ്ഞിനെ കൊണ്ട് പൊക്കോട്ടെ. പൊക്കോ, നിന്റെ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. റെക്കോർഡ് ഉണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ. നിന്റെ അനിയനല്ലേ, നീ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവിടും ഞാൻ പറഞ്ഞു. അതെനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതെ അതെ. അപ്പോ പിന്നെ വിളിച്ചിട്ടില്ല എന്നെ. ഇത് സത്യമാണോ? അവരുടെ വീട്ടുകാരും വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്നെ അറിയാവുന്നവരും എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. ഞാൻ ഒരിടത്തും വന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഉണ്ടാക്കിയവർക്ക് ചെറിയ രീതിയിൽ ഒരു താങ്ക്സ് പറയാം. എന്താന്ന് വെച്ചല്ലേ, എന്നെ മനസ്സിലാക്കുന്നവര്, എന്നെ സ്നേഹിക്കുന്നവര് സത്യമാണ് രേണു എന്തുവാകട്ടെ നീ ഓക്കെ അല്ലെന്ന് ചോദിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. വിരലിൽ എണ്ണാവുന്ന ഒരുപാട് പേര്. ആരൊക്കെയാണ് കൂടെ നിക്കാന്ന് മനസ്സിലായി. അതെ. അപ്പോ ഇതുപോലെ ഒരു ഇനോഗ്രേഷന് കിച്ചുവിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇനോഗ്രേഷന് പോകുന്ന സമയത്ത് ഒരു മീഡിയക്കാരൻ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, രേണു ചേച്ചിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം കൈകൊപ്പിയിട്ട് ഒന്നും പറയാതെ അവൻ പോയി. തിരിച്ച് ഞാനും അങ്ങനെ അതേപോലെ തന്നെ ചേച്ചി ചെയ്തു. അതിന്റെ അടിയിൽ കമന്റ് എന്നോട് ചെയ്താണ് ഞാനും ചെയ്തത്. എനിക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ സൂപ്പറാണെന്നല്ലേ പറഞ്ഞു. നന്നായി വരട്ടെ, സൂപ്പർ എന്നെ ചോദിക്കരുത്. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ അഴുക്കാന്ന് പറഞ്ഞില്ല, അവൻ ചെയ്യുന്ന മോശമാന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല. നല്ലത് വരട്ടെ, സൂപ്പർ. എന്നെ എങ്ങനെ കാണിച്ചാൽ അതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളന്നേ. ഞാനും മനുഷ്യനാണ്. ശരിക്കും രേണു ചേച്ചിന്റെ ഇടയിലും കിച്ചുവിന്റെ ഇടയിലും സംഭവിച്ചത് എനിക്കറിയില്ല. റാസൽ ഗെയിമേ വെച്ച് ലാസ്റ്റ് വരെ എന്നെ ഫോൺ ചെയ്ത് ഞാൻ പൈസ ഇട്ട് കൊടുത്തതാണ്. എന്നാലും ചേച്ചിയുടെ ഒരു മനസ്സിലൊരു തോന്നൽ എന്തായാലും എനിക്കറിയില്ല. അത് പിറ്റേ ദിവസം തന്നെ ഫേസ്ബുക്കിൽ കിച്ചു തന്നെ പറയുന്നുണ്ട് എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ അല്ലായിരിക്കും. ഞാനിനി മാനിപ്പുലേറ്റ് ചെയ്താന്നൊന്നും എങ്ങും പറയുന്നില്ല. പിറ്റേ ദിവസം ഒരു ഫോട്ടോ വന്നു എനിക്കെതിരെ നെഗറ്റീവ് അടിച്ച്, കിച്ചുവിനെ വരെ നെഗറ്റീവ് അടിച്ച സ്ത്രീയാണ് അവരുടെ കൂടെ നിൽക്കുന്ന ഈ ഫോട്ടോ. എനിക്കെന്ത് ചൊറിയാനാണ്? കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ. എനിക്ക് എന്ത് കുരു പൊട്ടാനടി? ഒന്നും പൊട്ടാനില്ല എനിക്ക്. മനസ്സിലായോ? 11 വയസ്സ് കിട്ടിയതാ. അത് തൊട്ട് 18 വയസ്സ് വരെ നോക്കാൻ പറ്റുമെങ്കിൽ, നോക്കാൻ അറിയാമായിരുന്നെങ്കിൽ, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ ബോർഡിങ് സ്വിച്ചായിട്ട് ആ ബോർഡിങ് കൊണ്ട് നിർത്തിയേക്ക് നോക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 18 വയസ്സ് വരെ കൂടെ ഉണ്ടായിരുന്നല്ലോ. സൂചേട്ടൻ മരിച്ചോടം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ദുഷ്ട സ്ത്രീയാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ, അല്ലല്ലോ. അപ്പൊ എന്നെ അറിയാവുന്നവർക്കറിയാം. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി കുരു എങ്ങനെ എനിക്ക് പൊട്ടുന്നത്? കുരു എങ്ങനെ എനിക്ക് പൊട്ടും? എന്റെ കടമ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഞാൻ അമ്മയെ പോലെ തന്നെ നോക്കിയെങ്കിൽ എന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ആരെയും ഇറക്കി വിട്ടിട്ടില്ല. എന്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും. മനസ്സിലായോ? അങ്ങനെ പിന്നെ എന്തിനാണ് ഞാൻ കുരുപൊട്ടുന്നത്? ഈ സ്ത്രീയുടെ കൂടെ ഇരുന്ന അവര് കിച്ചു ഈ സ്ത്രീയുടെ കൂടെ ഫോട്ടോ ഇട്ട് അവര് തന്നെ, ആ സ്ത്രീ തന്നെയാണ്. അവർ പേര് പോലും പറയാൻ എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. എന്നെ ഇങ്ങനെ നശിപ്പിച്ചൊരു സ്ത്രീ ലോകത്തിലില്ല. എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച ഒരു സ്ത്രീ എന്ന് ഞാൻ പറയുന്നതിന് എനിക്ക് സത്യം അറപ്പും വെറുപ്പാണ് എനിക്ക് അവരോട്, ആ ഒരു സ്ത്രീയോട്. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച ഒരു സ്ത്രീ ലോകത്തിലില്ല. അവരൊരു ഫോട്ടോ ഇട്ടേക്കും അവരുടെ വീട്ടിൽ ചെന്നിട്ട്, കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന്. എനിക്ക് എന്ത് കുരു പൊട്ടാനടി? നിന്നോടാ ചോദിക്കുന്നത്, എന്ത് കുരു പൊട്ടാനും? എനിക്ക് ഒന്നും കുരു പൊട്ടാനില്ല. കാരണം ഞാൻ എന്റെ കടമ നിർവഹിച്ചിട്ടുണ്ട്. 21 വയസ്സില്ലേ കിച്ചുവിന്? കിച്ചു പ്രായപൂർത്തിയായ യുവാവാണ്. അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവന് ഇനോഗ്രേഷൻ കിട്ടട്ടെ, അവന് എന്തും കിട്ടട്ടെ, സന്തോഷം. അവന്റെ വീഡിയോ എടുക്കട്ടെ, അവന് കാശ് കിട്ടട്ടെ, വരുമാനം കിട്ടട്ടെ, സന്തോഷം. ഞാൻ 1 രൂപ ചോദിക്കുന്നില്ല. ഋതപ്പന് കൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. ഞാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതിന്റെ അടിയിലത്തെ വേറെ കമന്റ്, ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകിച്ചു. എന്തിന്? ഈ കുഞ്ഞിനെ ഞാനല്ലേ നോക്കുന്നത്? ഈ പറയുന്നവനാണോ നോക്കുന്നത്? ഈ കമന്റ് ഇട്ടവനാണോ നോക്കുന്നത്? ഈ ബാഗ് മേടിച്ചു കൊടുക്കാനും ബുക്ക്, ഈ കുഞ്ഞിനുള്ള കാര്യങ്ങളെല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. ഞാൻ അമ്മയാണ്, ഞാൻ ചെയ്തിരിക്കും. അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കടന്ന് കമന്റ് ഇടേണ്ട കാര്യമുണ്ടോ? ഞാൻ കിച്ചുവിനോടോ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ വീട്ടുകാരോടോ ഞാൻ പറയുന്നില്ല ഇവന് കൊണ്ട് എന്തെങ്കിലും കൊടുക്ക്. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് ഞാൻ സുധിച്ചേട്ടന്റെ വീട്ടുകാരോട്. ചേച്ചി എടുത്തി അവർ തന്നിട്ടുണ്ട് കേട്ടോ, തന്നിട്ടില്ലെന്നൊന്നും പറയത്തില്ല. സുധിച്ചേട്ടന്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് 2 മക്കൾ ഒരുപോലാണെന്നാണ് എന്റെ വിശ്വാസം. ഇന്നും എന്റെ വിശ്വാസം ഒരുപോലാണെന്ന് തന്നെയാണ്. എനിക്കറിയില്ല ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരുപോലാണെന്നാണ്. അവർക്ക് എനിക്കൊരുപോലാണ് എന്തായാലും 2 മക്കള്. എന്നെ അമ്മാന്ന് വിളിക്കുന്നോടം വരെ കിച്ചു എന്റെ മോൻ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും, അമ്മാന്ന് വിളിക്കുന്നോടം വരെ മോൻ തന്നെയാണ്. എന്റെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും മാറത്തില്ല. പിന്നെ എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ എനിക്ക് പുറമെ പോകാനും പറ്റത്തില്ല. അത്രയും പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണത്.
എന്നെ ഇനി എനിക്ക് നിങ്ങൾ എൻ്റെ അമ്മയല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പുറകെ പോയി കാല് പിടിക്കാനൊന്നും പറ്റൂല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അമ്മ അല്ലെന്ന്, എനിക്ക് തോന്നുന്നില്ല, പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ലാസ്റ്റ് വരെ എന്നെ അമ്മ എന്നാണ് വിളിച്ചത്. പിന്നെ ഈ ഋതപ്പന് ഭാഗ്യം മേടിച്ചു കൊടുക്കാനും ഇതല്ല, ഞാൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഒന്നേ. ഉണ്ടോ ഈ പറയുന്നവരെന്നാ നിന്റെ അനിയനല്ലേ, മോന്റെ അനിയനല്ലേ, മോൻ കാണാൻ പോയില്ല, മോൻ എന്തേലും ഭാഗ്യമൊക്കെ മേടിച്ചു കൊടുക്കും മോനെന്ന് ആരും പറയുന്നില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോണ്ട് പോകാൻ എന്തിന്? എൻ്റെ അപ്പനും അമ്മ എൻ്റെ ചേച്ചി ഉള്ളതുകൊണ്ട് ആ കൊച്ചിനെ നോക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ നോക്കുന്നില്ലെന്നല്ല, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തെ കാര്യം പറയുന്നത്. ആ കുഞ്ഞു കൊച്ചാ, അത് 6 വയസ്സേ ഉള്ളതിന്, നോക്കുന്നില്ല അതിന്. എൻ്റെ കടമയാണ് നോക്കാൻ, ഞാൻ നോക്കുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ വന്നതിന് ശേഷം അല്ലെങ്കിൽ കിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് വന്നതെന്ന് തോന്നിയോ? അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അധികം വിളിക്കാറൊന്നുമില്ല കിച്ചുവിനെ, കിച്ചു എന്നെയും വിളിക്കാറില്ല. പണ്ട് കിച്ചു പറഞ്ഞിട്ടുണ്ട്, പണ്ടും അങ്ങനെയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, സംസാരിക്കും, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്നീ നിമിഷം വരെ ഒന്നും വിളിച്ചിട്ടുമില്ല, അധികം വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കും. അത് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ വിളിക്കും, അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അതല്ലാതെ ഞങ്ങൾ വിളിച്ചിട്ടില്ല, സംസാരിച്ചില്ല. നേരിട്ട് സംസാരിക്കും, അതല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോഴും കിച്ചുവിനും ഋതപ്പനും ഇടയിൽ നല്ലൊരു ബോണ്ട് ഉള്ളത് പോലെ ഉണ്ടോ? നല്ലതല്ലേ, ഉണ്ടോ? നല്ല, അതാ ഞാൻ പറഞ്ഞത്. അവരൊരു രക്തമാണ്, അവർ രക്തമാണ്, അവര് ബോണ്ട് ഉണ്ടാകട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ? ഞാനൊന്നും എങ്ങനത്തൊന്നും എതിര് പറയുന്നില്ലല്ലോ. കിച്ചു സുധിച്ചേട്ടന്റെ മൂത്ത മകന്, ഋതുല് സുധിച്ചേട്ടന്റെ ഇളയ മകൻ, ഇവർ ഒരു രക്തത്തിൽ പിറന്ന 2 മക്കളാണ്. അവരൊരിക്കലും, ഞാൻ ഇപ്പോഴും ഋതപ്പനോട് പറയുന്നത്, നിന്റെ ചേട്ടനാണവൻ, മുന്നോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. ഇനി പിന്നെ ഇത് കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? ഇത് കൂടുതൽ എന്താ എന്നെ കൊണ്ട് പറ്റുന്നത്? ഇതാ കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞു, അവന്റെ വീടാണ്, കിച്ചുവിന്റെ വീട്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇറങ്ങി പോടാന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഇത്രയും ഞങ്ങളെ എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞൊപ്പിച്ചില്ലേ? അവരെന്തെങ്കിലും മിണ്ടിയോ? കൊച്ചിനെ കൊണ്ടുവന്ന കാര്യം വന്നപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. കൊച്ചിന്റെ അമ്മ ഞാനാ, അവനെ പ്രസവിച്ച അമ്മ ഞാനാ ഋതപ്പനെ. അപ്പൊ എന്നോട് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് കിച്ചു. അതിന് കിച്ചു എന്നോട് അമ്മ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. ഇതിനകത്ത് എന്താ തെറ്റ്? നിങ്ങൾ പറ. ഇവിടെ നിന്നൊന്നും പറഞ്ഞു, അവന്റെ വീടാണ്, അവന്റെ മുറിയാണ്, അവൻ വരട്ടെ. അതുപോലെ ഋതപ്പന്റെ വീടാണിത്. ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഋതപ്പന് 6 വയസ്സാവുകയാണ്. അപ്പം ഋതപ്പൻ ഏത് ക്ലാസ്സിലേക്ക്? 7 വയസ്സാടാ. 7 വയസ്സാവുന്നു. ഓഗസ്റ്റിലേ ആവത്തുള്ളൂ. ഓക്കെ. അവൻ 2ാം ക്ലാസ്സിലോട്ട് ആവുകയാണ്. അപ്പം അവന്റെ സ്കൂള് തുറക്കാനുള്ള സമയമൊക്കെ ആയല്ലോ. ബാഗും കൊടയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. ബാഗൊക്കെ മേടിച്ച് എല്ലാം ഞാൻ കൊടുത്ത്. എനിക്ക് ചെറിയ വരുമാനം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കും. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ ഋതപ്പൻ? ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കും. നല്ല ഹാൻഡ് റൈറ്റിംഗ്, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കിച്ചുവിനും സുധിച്ചേട്ടനും ഒക്കെ നല്ല ചെറിയ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമില്ല. പണ്ട് കാക്ക ചകയുന്ന പോലെ ഞാനൊക്കെ എഴുതും. പക്ഷെ കുട്ടി നന്നായിട്ട് എഴുതും. ഹാൻഡ് റൈറ്റിംഗ്. പടമൊക്കെ വരയ്ക്കുന്നുണ്ടോ? പടം വരയ്ക്കുന്ന ഞാൻ ശ്രദ്ധയപ്പെട്ടില്ല, നന്നായിട്ട് എഴുതും. നല്ല കയ്യക്ഷരമാണ്. എന്നോട് പറഞ്ഞ ഞാൻ പൈലറ്റ് ആവും, ഇങ്ങനെ വെക്കും, പൈലറ്റ് ആവാനാണ് ഞാൻ കുഞ്ഞിലെ തൊട്ടേ നിറച്ച് വെച്ചേക്കോ മനസ്സിലത്. ചേച്ചിക്കും അത് തന്നെയാണോ ഇഷ്ടം? ഭയങ്കര ആഗ്രഹം, സുധിച്ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു പൈലറ്റ്. ചേട്ടന്റെ ആഗ്രഹം ഞാൻ ഇപ്പോഴേ അവനോട് പറയുന്നുണ്ട്, മോനെ പൈലറ്റ് ആകണം. അമ്മ ഞാൻ എയർ ഇന്ത്യ ആണോ ഓടിക്കേണ്ടത്, മറ്റേ വേറെ ഏതാ ഫ്ലൈറ്റ്? ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടോട് പറഞ്ഞു, ഞാൻ അമ്മ എയർ ഇന്ത്യ ഓടിക്കണോ അതോ വേറെ ഏത് ഫ്ലൈറ്റ് അമ്മ ഞാൻ ഓടിക്കേണ്ടത്, പൈലറ്റ് അമ്മ ആകേണ്ടത്, ഇതൊക്കെ സമയമുണ്ട്, എന്നിട്ട് പഠിക്കാൻ പറയും. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം അവനൊരു നിലയിൽ എത്തുന്നോടം വരെയെങ്കിലും കർത്താവെ നമ്മൾ ഹാപ്പിയായിട്ട് ജീവനോടെ കാണണേ, അല്ലെങ്കിൽ ആയുസ് നീട്ടി തരണേന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സൂചേട്ടനും അത് കാണാൻ പറ്റിയില്ല. എനിക്കും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കത് എന്താ പറയാ, അവനത് നമ്മൾ മരിക്കുന്നവര് പോയി, പക്ഷെ നമ്മളൊന്നും അറിയില്ല. അവന് അച്ഛനും ഇല്ല, അമ്മയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ആവരുതേന്ന്. ഇപ്പം കിച്ചുവിനെ സംബന്ധിച്ച് എന്താ പറയാ, ഞാനിപ്പോഴും പറയുന്നത്, ഞാനിപ്പോഴും അവൻ്റെ അമ്മ, എനിക്ക് അവനോടൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും, ഇപ്പോഴും അമ്മയെന്ന് വിളിച്ചു വന്നാൽ ഞാൻ എന്താ കിച്ചു എന്ന് ചോദിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കയറി കളിച്ചവര് കളിക്കട്ടെ, അവരുടെ സന്തോഷം അവര് ചെയ്തു. അപ്പോ ഇനിയും കിച്ചു ഈ വീട്ടിലേക്ക് വന്ന് വ്ളോഗൊക്കെ എടുക്കുമ്പോഴും ഇപ്പം ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ കിച്ചുനോട് മിണ്ടുവോ? ഞാൻ മിണ്ടുവല്ലോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്നപ്പോ എന്നെ ഫോൺ വിളിച്ചോണ്ട് ഞാൻ മിണ്ടിയില്ലേ. അതെ, എനിക്ക് ഈ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ വെച്ചിട്ട് പോകാൻ പറയത്തില്ലേ, എനിക്ക് സംസാരിക്കണമെന്നല്ലേ പറയത്തുള്ളൂ. സംസാരിച്ചില്ല, ഇത് കിച്ചുവിനും അറിയാം. ഇനിയിപ്പോ മുന്നോട്ട് ഉള്ള പ്ലാൻസ് എന്താണ് ചേച്ചി? പ്ലാൻസ് കുറച്ച് വർക്കുകൾ തീർക്കാനുണ്ട്, വർക്ക് വരട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ബാക്കി എന്താണെന്നുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാം, അതല്ലേ ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. വരുന്നതൊക്കെ ഏറ്റുവാങ്ങാൻ റെഡി ആയിട്ടാണ്? തീർച്ചയായിട്ടും. എന്തായാലും ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇനി ക്യാൻസർ വന്നാലും നമ്മളത് ഏറ്റുവാങ്ങും. കാരണം ഇതിലപ്പുറം ജീർണിച്ച കുറെ എണ്ണത്തിന്റെ വർത്താനങ്ങളും ഇതും കേട്ട് നമ്മുടെ ഇതായി. ഇതിലും വലുതൊന്നും അല്ല ക്യാൻസർ എന്ന് പറഞ്ഞത്. ഈ വിഷജന്തുക്കളുടെ നാക്കിന്റെ അത്ര അതിനും അപ്പുറം ഞാൻ കേട്ടു. അപ്പൊ അതിലും വലുതൊന്നും അല്ല ക്യാൻസർ. എനിക്ക് വന്നാലും ഞാൻ എന്തായാലും നേരിടും.
നേരിടാൻ തന്നെ തയ്യാറാണ്. ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരിക്കും, നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം? ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ചെറിയൊരു ബിസിനസ് എന്ന് ഞാൻ പറയും, ചെറിയ എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ നോക്കട്ടെ, നമുക്ക് ദൈവം സഹായിച്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോട്ടെ. ഇപ്പൊ പോയ പോലെ എനിക്കൊരു ചെറിയൊരു വീട് സ്ഥലം മേടിക്കണം. ഞാൻ വണ്ടിയുടെ കാര്യം ആഗ്രഹമാണ്, പക്ഷെ അത് ഞാൻ വിട്ടു. ഇപ്പൊ ഒരു വണ്ടി തൽക്കാലം ഉണ്ട്, അതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പം വണ്ടിയുടെ അത്യാവശ്യം എനിക്കില്ല, വേറൊരു വണ്ടി ആവശ്യം, അത് അഹങ്കാരമായിരിക്കും ഞാനിപ്പം മേടിച്ചത്. കാരണം ഇത് മാസം മാസം അടയ്ക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു ചെറിയൊരു വീട് സ്ഥലം മേടിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് ദൈവം സഹായിച്ച് ദൈവം തരട്ടെ. അതെ, അതും ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്തെങ്കിലും നടക്കാതെ പോയ ആഗ്രഹങ്ങളുണ്ടോ ഇതുവരെ ആഗ്രഹിച്ചതില്? നടക്കാതെ പോയ ആഗ്രഹം എന്ന് പറഞ്ഞാ വീടൊരു സ്വപ്നം തന്നെയാണ്, നമ്മുടെ സ്വന്തം ഒരു വീട്. അതെന്തായാലും ചേച്ചിനെ കൊണ്ട് പറ്റുന്ന കാര്യം, എത്രയൊന്നും കൊണ്ടായി കേൾക്കുന്നത്. പിന്നെ നടക്കാതെ പോയ ആഗ്രഹം, അത് എൻ്റെ ലൈഫിൽ നടക്കാതെ പോയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അത് പറയുന്ന പോലെ സൂചേട്ടനോട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞ ആ സംഭവം തന്നെയാണ്. എനിക്ക് ഇന്നും അതാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കത്തുമില്ല. കാരണം ഞാൻ ആ മെസ്സേജ് അയച്ച് പുള്ളിയോട്, നമ്മൾ സൗന്ദര്യപ്പണക്കത്തിലായിരുന്നു ചെറുതായിട്ട്. ഇനി ആൾക്കാർ പറയാൻ ഞങ്ങൾ ഒട്ടക്കായിരുന്നു, അല്ല. ഞാനത് വ്യക്തമായിട്ട് ഞാൻ മെയിൻ സ്ട്രീം വണ്ണിൻ്റെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വരുന്നതിൻ്റെ വേഗം വാന്നുള്ള ഇതിൽ എന്തോ പറഞ്ഞപ്പം പിണക്കമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിണക്കം മാറി സൂചേട്ടാന്ന് പറഞ്ഞൊരു ലവ് ഇട്ടത് അത് ഇതുവരെയായിട്ടും റീഡായിട്ടില്ല. അത് എൻ്റെ ഒരു സ്വപ്നം. എന്തെങ്കിലും അത് ചേട്ടൻ എന്താ പറയാ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു നടക്കാതെ പോയൊരു സ്വപ്നം. അതൊരു വലിയ സ്വപ്നം തന്നെയാണ്. കാരണം അത് തീർന്നല്ലോ, അത് അവസാനിച്ച ആ ഒരു. പിന്നെ എന്തെങ്കിലും എന്താ പറയാ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതെ എന്താ പറയാ, എന്തും ആകട്ടെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോയി മരിച്ചാലും കുഴപ്പമില്ല. മീൻസ് അസുഖമാണ്, അസുഖം എന്തുമാകട്ടെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ. സൂചേട്ടൻ എന്നും എന്നോട് പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും വാവക്കുട്ടെ ഒരിക്കലും കിടന്ന് അല്ലെങ്കിൽ നീ എന്നെ ബുദ്ധിമുട്ടി നോക്കേണ്ട അവസ്ഥ ഞാൻ വരുത്തത്തില്ല. ഒരു ഗ്ലാസ് എടുക്കാൻ ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ജീവിക്കത്തില്ല വാവട്ട, അങ്ങനെ ഞാൻ ഒരിക്കലും നടത്തത്തില്ല, നിന്നെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും പറയുന്നത്, ഒരിക്കലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ. അസുഖം വരും, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ ജീവനുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കും. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, അറിയാൻ ബുദ്ധിമുട്ടിക്കാതെ. പിന്നെ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഇതെന്ന് വെച്ചാൽ കൊച്ച് ഇത്രയേ ഉള്ളൂ. അവനൊരു ഇച്ചിരി വലുതായി, അവനൊന്ന് എല്ലാം അറിയാവുന്ന രീതിയിൽ നിൽക്കാൻ പറ്റുന്ന നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഋതപ്പം വലുതായാലും ഋതപ്പൻ ഒരു ഇതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്ത് വ്ളോഗൊക്കെ ചെയ്ത് ഒന്ന് വൈറലായി അങ്ങനെയൊക്കെ ആവാൻ ആഗ്രഹമുണ്ടോ? അവൻ ഞാൻ സത്യം പറഞ്ഞാൽ അവനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകറ്റി തന്നെ ചില സമയം നിർത്താറുണ്ട്. ഞാൻ അവനെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവനെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. എനിക്ക് അവൻ എങ്ങനെയും പൈലറ്റ് ആവണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ സുധിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവനെ ഒരു പൈലറ്റ് ആക്കുന്നത്. ഇനിയിപ്പം ദൈവത്തിന്റെ കയ്യിൽ, ഇനി അവൻ ഈ പൈലറ്റ് ആവോ, ഇനി ആനയുടെ പൈലറ്റ് ആവോ എന്നൊക്കെ ഉള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ. ആനപ്പാപ്പാനാവോ, ബസ് ഡ്രൈവർ ആവോ, ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആവോ എന്നൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. എന്തായാലും നമ്മൾ സന്തോഷം. നമ്മുടെ ആഗ്രഹം അവനൊരു പൈലറ്റ് ആക്കണമെന്ന്. ഋതപ്പനെ വിളിക്കണം. അപ്പൊ കൊറേ നാൾക്ക് ശേഷം നമ്മുടെ ഋതപ്പനെ നമ്മൾ വീണ്ടും കണ്ടു. വലിയ കുട്ടിയായി. ഋതപ്പൻ ഇനി എത്രാം ക്ലാസ്സിലേക്കാ പോണേ? 2ാം ക്ലാസ്സിലായോ? വലിയ കുട്ടിയായി, വലുതായല്ലോ. നേരെ നോക്കി പറ, അവർക്ക് പ്രേഷർ. എങ്ങനെയാ സ്കൂളിൽ പോണേ ഇനി? പറ. സ്കൂൾ ബസ്സിലാണോ? ഇഷ്ടമാണോ സ്കൂളിൽ പോവാൻ? അങ്ങോട്ട് നോക്കി. 1ാം ക്ലാസ്സിൽ ജയിച്ചോ ഋതപ്പൻ? ജയിച്ചോ? എന്നിട്ട് നമുക്ക് മുട്ടായും തന്നില്ലല്ലോ ജയിച്ചിട്ട്. തരാന്ന് പറ. പോകുന്നതിന് മുമ്പ് മേടിച്ചു തരുവോ? മേടിച്ചു തരുവോ? ഇതിപ്പോ ഭയങ്കര സുന്ദരനായിട്ടിരിക്കും. അതെങ്ങനാ? അമ്മ സ്കിൻ കെയർ ഒക്കെ ചെയ്തു തരുവോ? അമ്മ സുന്ദരിയാണോ? അമ്മയാണോ ഈ ചേച്ചിയാണോ സുന്ദരി? ചേച്ചി. കൊള്ളാലോടെ അവളെ കറച്ചെടുത്ത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അവള്. അവൻ ആരെയും വിഷമിപ്പിക്കത്തില്ല, അതാണ്. മതി ഉള്ള മനസ്സിൽ കള്ളമില്ല, അതാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇതപ്പോ കൊറേ ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞല്ലോ. ഉണ്ടോ? അവർക്ക് എന്താ വന്നിട്ട് പറയുന്ന മോനോട്? ലവ് ഇട്ട് തരത്തില്ലേ? ലവ് കമന്റ് ലവ് ഇടുന്ന് പറഞ്ഞു. ലവ് ഇടും. ഈ അമ്മയെക്കാളും ഫാൻസ് ഋതപ്പനാ. ഞാനും ഋതപ്പന്റെ ഫാനാ. താങ്ക് യു പറ. താങ്ക് യു. ഈ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നേ? 1 2 അങ്ങോട്ട് നോക്കി പറ. 1 2 സ്കൂളില് യൂണിഫോം ഒക്കെ മേടിച്ചോ? യൂണിഫോം മേടിച്ചോ? സ്കൂളിൽ നിന്ന് കിട്ടിയോ?
ഏത് സ്കൂളിലാ മോൻ പോകുന്നേ ഇപ്പം? മാടപ്പള്ളി. മാടപ്പള്ളി. അമ്പോ, ബാഗ് മേടിച്ചോ? സ്പൈഡർമാന്റെ ബാഗാണോ? ഏത് ബാഗാ മേടിച്ചേ? അറിയത്തില്ല. അറിയത്തില്ല. സ്പൈഡർമാന്റെ ബാഗല്ലേ മേടിച്ചേ? അല്ലേ, വേറെന്തോ വേറെ ഏതോ ബാഗ് മേടിച്ചു. ബുക്കൊക്കെ മേടിച്ചോ? ആരാ മേടിച്ച? വേണുമ്മ രമ്യാമ്മ. ഉറക്കെ പറ. രമ്യാമ്മ. സ്കൂളിൽ പോയി ഇഷ്ടാണോ? സ്കൂളിൽ പോയി ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കുമല്ലോ, അയ്യോ ഇതപ്പൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ പാട്ടൊക്കെ പാടുന്ന കണ്ടു, ഭയങ്കര സെലിബ്രിറ്റി ആന്നൊക്കെ ചോദിക്കുമല്ലോ. അതെ, ഭയങ്കര സെലിബ്രിറ്റി. പറ, ചോദിക്കോ? അപ്പൊ അവരോടൊക്കെ എന്ത് പറയും ഋതപ്പൻ? എന്താ പറയാ? സെൽഫി എടുക്കാനൊക്കെ വരുമല്ലോ ഫ്രണ്ട്സ്, അപ്പൊ എന്താ പറയും? എടുക്കാൻ സമ്മതിക്കോ? എന്റെ കൂടെ സെൽഫി എടുക്കോ പോകുന്നതിന് മുന്നേ? എടുക്കോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ലവ് തരാം. ഓക്കെ. സ്കൂളിൽ പോയി പഠിക്കുവോ? പഠിച്ചിട്ട് ആരാവണെന്നാ? പൈലറ്റ് ആവണോ? എങ്ങനെ പൈലറ്റ് എങ്ങനെ ആവുന്നേ? എങ്ങനെ കാണിച്ചു കൊടുത്തേ? എങ്ങനെയാ പൈലറ്റ് കാണിക്കുന്നേ? വലിയ പൈലറ്റ് ആയിട്ടേ ഈ ചേച്ചിനെ ഓർക്കുമ്പോ ചേച്ചിനെയും കൂടി മോന്റെ ഇത് ഫ്ലൈറ്റിൽ കയറ്റുവോ? ഫ്രീ ആയിട്ട്? ഉറപ്പാണോ? പ്രോമിസ് ചെയ്യണം. പിന്നെ വലുതായിട്ട് ഈ ചേച്ചി അമ്മുമ്മയായിട്ട് മറന്നു പോകരുത്. മറന്നു പോകോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഞങ്ങളുടെ കൊച്ചു പൈലറ്റ് ആവും കേട്ടോ. നമ്മുടെ കൊച്ചു പൈലറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നന്നായിട്ട് പഠിക്കണേ, സ്കൂളിൽ പോണം. അപ്പോ ചേച്ചി ഇപ്പോ നമ്മുടെ സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഏകദേശം 3 വർഷം ആവാറായി. ഇതുവരെ ചേച്ചിക്ക് പിന്നീട് ഒരു തുണയായിട്ട് ഒരാൾ വന്നിട്ടില്ല. ഇനിയും ഒറ്റയ്ക്ക് പോവാൻ തന്നെയാണോ പ്ലാൻ? അതോ? അതെ, ഇപ്പം എന്തായാലും ഇപ്പം വരെയും ഒറ്റയ്ക്ക് പോകാൻ തന്നെ പ്ലാൻ. ഇനിയും ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് പ്ലാൻ. ഇനി ഒന്നും കൂടെ ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് പ്ലാൻ. ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് പ്ലാൻ. മുമ്പ് വരെയും നമുക്ക് നോക്കാം, ആലോചിക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പം ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് പ്ലാൻ, താല്പര്യം. അപ്പൊ എനിവേ ചേച്ചി, ഒരുപാട് സന്തോഷം. കുറെ നാൾക്ക് ശേഷം വീണ്ടും ചേച്ചിനെ കാണാൻ പറ്റിയതിലും കുറെ കൂടെ ചേച്ചിനെ സംസാരിക്കാൻ പറ്റിയതിലും ചേച്ചിനെ അറിയാൻ പറ്റുന്നത്. അതെ, നമുക്കിനി വീണ്ടും കാണണം. അപ്പോ എത്ര നാളോ അത്ര നാള് എനിക്ക് ഇതുപോലെ ബന്ധം കണ്ടിന്യൂ ചെയ്യണം എന്ന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ചേച്ചി എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണലി എനിക്ക് എന്റെ ചേച്ചിനെ പോലെ ഒരു ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ. എപ്പോ വല്ലപ്പോ നമ്മൾ ഇന്റർവ്യൂവിന് മാത്രമേ കാണാറുള്ളൂ, പക്ഷെ അത്രയും സ്നേഹം എനിക്ക് ആ ഒരു സമയത്ത് തരുന്നുള്ള ഒരാളാണ്. അപ്പൊ അത്രയും സന്തോഷം ചേച്ചിയുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ. അപ്പൊ ഇനി ഒരുപാട് ഉയർച്ചയിൽ പോകട്ടെ, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കാം.